മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് ഞാനൊരു നല്ല വാർത്ത കേട്ടു. എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു വാർത്തയാണ്. ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, വയനാട്ടിലോ കണ്ണൂരിലോ ആണ്, മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം എന്നൊരു അമ്പലമുണ്ട്. ഒരു 2-3 വർഷം മുമ്പ് ഞാനവിടെ പോയിരുന്നു. പഴശ്ശി രാജായുടെ തറവാട് ക്ഷേത്രമാണ്, കേരളവർമ്മയുടെ തറവാട് ക്ഷേത്രമാണ്, കഥകളി ഉത്ഭവിച്ച ക്ഷേത്രമാണ്. കഥകളി ഇപ്പോഴും എവിടെയെങ്കിലെല്ലാം അത് അവതരിപ്പിക്കുമ്പോൾ ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിൻ്റെ ദേവിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ആ കഥകളി പദങ്ങൾ ആരംഭിക്കാം. അത്ഭുതകരമായിട്ടൊരു വസ്തുത എന്ന് പറയുന്നത്, ആ ക്ഷേത്രത്തിന് ഞാൻ ആ ക്ഷേത്രം കാണാൻ പോകുമ്പോൾ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് നിറച്ച് പുല്ലും അതിലൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആര് കാണുന്ന നല്ല ക്ഷേത്രമാണ്, ഒരൈശ്വര്യമുള്ള ക്ഷേത്രമാണ്. ഞങ്ങൾ കാണാൻ പോയപ്പോഴത്തേക്ക് ആരും വന്നുമില്ല. അവിടേക്ക് ഒരു ചെറിയ മഴക്കാലമായതുകൊണ്ട് നല്ല മഴയുണ്ടായിരുന്നു, കാടുകൾ നല്ലോണം വളർന്നിരുന്നു. ആരൊക്കെയോ അതിനെ വിളക്കത്തിക്കുന്നുണ്ടെന്ന് തോന്നി. അത് ആ പ്രദേശം മുഴുവൻ ഇടതുപക്ഷക്കാരാണ്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരാണെന്നാണ് അറിയുന്നത്. അവർക്കിതിനോട് യാതൊരു താല്പര്യമില്ലായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം മറ്റോ 1-1.5-2 വർഷമായിട്ട് കുറേ ആൾക്കാർ, ഇടതുപക്ഷക്കാരാണെങ്കിലും അമ്പലത്തിലെ കമ്മിറ്റിയിൽ വന്ന് ഈ അമ്പലം നന്നാക്കാനായിട്ടൊക്കെ തുടങ്ങി, സാവധാനത്തിൽ തുടങ്ങി. ആൾക്കാരെ സഹകരിക്കാൻ തുടങ്ങി, രാഷ്ട്രീയം മറന്ന് ഭംഗിയായിട്ട് സഹകരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഞാൻ കേട്ടത്. അങ്ങനെ കഴിഞ്ഞ വർഷം എന്നോട് ഒരു പ്രഭാഷണത്തിന് വരണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം മറ്റ് പ്രോഗ്രാമുകളൊന്നും ഇല്ലെങ്കിലും ഒരു പ്രഭാഷണത്തിന് അല്ലെങ്കിൽ 2 പ്രഭാഷണത്തിനായിട്ട് കണ്ണൂർ വരെ പോകാമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അത് കാരണം ഇപ്രാവശ്യം ഒഴിവാക്കാം, അടുത്ത പ്രാവശ്യം ഞാൻ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് IPS പോലീസ് അക്കാദമിയിലെ ഡയറക്ടറാണ്. നല്ല ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് കുറേയധികം അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പള്ളിയിലും പ്രഭാഷണത്തിന് പോകാറുണ്ട്, അമ്പലത്തിലും പ്രഭാഷണത്തിന് പോകാറുണ്ട്. അദ്ദേഹത്തിന് ഇവർ ക്ഷണിച്ചു അത്രയും. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് എന്ത് ചെയ്തു, ഈ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രത്തിലെ എല്ലാ പഴമകളെയും കുറിച്ച് നല്ലോണം പഠിച്ച് അദ്ദേഹം അവിടെ പ്രഭാഷണത്തിന് പോയി. ഈ ഇടതുപക്ഷക്കാർക്ക് ഇദ്ദേഹത്തിനെ വിളിക്കുമ്പോൾ ഒരു ഹരവും കൂടി ഉണ്ടായിരുന്നു. ഒരു ക്രിസ്ത്യാനിയെ വിളിച്ച് അമ്പലത്തിലെ പ്രഭാഷണം നടത്തിയാൽ എങ്ങനെയിരിക്കും എന്നൊന്ന് അറിയാനുള്ള ഒരു അവസരവും കൂടിയാണ് എന്ന് തോന്നിക്കാണണം എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാട്ടോ. ഏതായാലും ആ പ്രഭാഷണം അടിപൊളിയായിരുന്നു. അലക്സാണ്ടർ ജേക്കബിൻ്റെ പ്രഭാഷണം അടിപൊളിയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു, ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹം ഇതിൻ്റെ പഴമയെക്കുറിച്ചും ഇതിൻ്റെ പുറകിലുള്ളതിനെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായിട്ട് വിവരിക്കുകയുണ്ടായി. അങ്ങനെ വിവരിച്ച് ഇതെല്ലാം ഇത് വളരെ പഴയ കാര്യമൊന്നുമല്ല ഞാൻ പറയണേ കേട്ടോ. ഈ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഞാൻ അറിഞ്ഞിടത്തോളം വന്നത് 2 മാസം മുമ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പ്രഭാഷണം കഴിഞ്ഞ് ക്ഷേത്ര ഉപദേശക സമിതിക്ക് ആ ക്ഷേത്രത്തെ നവീകരിക്കണമെന്നൊരു തോന്നൽ. ഒരു ക്രിസ്ത്യാനി വന്ന് ഇത്രയും ഭംഗിയായിട്ട് ഒരു ക്ഷേത്രത്തെക്കുറിച്ച് വിവരിച്ചു. ഹിന്ദുക്കളായി ഇതിൻ്റെ ചുറ്റും താമസിക്കുന്ന ആർക്കും അതിനെക്കുറിച്ച് അറിഞ്ഞൂടാ, ചുറ്റും താമസിക്കുന്നവർക്കും അറിഞ്ഞൂടാ. അതിങ്ങനെ ക്ഷയിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഇനി അങ്ങനെ വിട്ടാൽ പോരാന്ന് പറഞ്ഞാൽ അവർ സാവധാനത്തിൽ തുടങ്ങി. 3 ആഴ്ച മുമ്പുള്ള ഞായറാഴ്ച അവർ എല്ലാ ജനങ്ങളോട് ചുറ്റുവിളക്ക് വയ്ക്കലും പുഷ്പാഞ്ജലിയൊക്കെ നടത്തലും നല്ല രീതിയിൽ ഒരു ആഘോഷം മാതിരി നടത്തി. അവിടെ നിന്ന് കിട്ടിയ കണക്കനുസരിച്ച് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച 15,000 പേര് ഇവിടെ തൊഴാൻ വന്നിരുന്നു അത്ര. കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഒരു 20,000-ഓളം പേര്. ഇപ്പം ലാസ്റ്റ് ഞായറാഴ്ച അവരുടെ ഏകദേശം കണക്കനുസരിച്ച് 20-നും 25-നും ഇടയ്ക്ക് അയക്കാം. ഞായറാഴ്ചയാണ് വിശേഷം എന്നുള്ള ദിവസമല്ല, ഉത്സവമൊന്നുമല്ല, പ്രതിഷ്ഠാദിനമൊന്നുമല്ല. അപ്പോൾ ഒരു വ്യക്തി ഒരു പ്രഭാഷണം നടത്തി തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രത്തെ പുനരുദ്ധരിക്കാൻ അവിടെ കൂടിയ വ്യക്തികൾ ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം ഇല്ലാതെയാകുമെന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുന്നവർ ആ ക്ഷേത്രത്തെ സമുദ്ധരിക്കാനായിട്ട് ഒരു ശ്രമം നടത്തി
അലക്സാണ്ടർ ജേക്കബ് എന്ന ഒരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവന്നു. പോലീസ് അക്കാഡമിയുടെ ട്രെയിനിങ്ങിൻ്റെ ഹെഡായിട്ടുള്ള ഡയറക്ടറായിട്ടുള്ള വ്യക്തിയെ കൊണ്ടുവന്നു. എനിക്ക് നല്ലോണം അറിയാവുന്ന ആളാണ് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ഒരു അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. നല്ല രീതിയിൽ ആധികാരികമായിട്ടുള്ളൊരു അഡ്വൈസറാണ്. വെറുതെ ഭംഗിക്ക് വേണ്ടി ഇടുന്ന ആളല്ല. എപ്പോഴും വരാറുണ്ട് മടുവഞ്ചേരിയിലെ നമ്മുടെ സെൻറ്ററിലൊക്കെ. അപ്പോൾ ശരിക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കഴിഞ്ഞപ്പോൾ ഇത്രയും അധികം ആൾക്കാർ വന്നു. ഇങ്ങനൊരു വിവരണം ഞാൻ നിങ്ങൾക്ക് തരാൻ കാരണം എന്താ അറിയാമോ? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എതിർക്കുന്നവരായാലും അനുകൂലിക്കുന്നവരായാലും പുച്ഛിക്കുന്നവരായാലും ധാർഷ്ട്യത്തോടുകൂടി നിരാകരിക്കുന്നവരായാലും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുക, നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ചെറിയ ചെറിയ പ്രഭാഷണങ്ങൾ നടത്താം, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എല്ലാവരിലും മാറ്റം ഉണ്ടാവും. നിങ്ങൾ മൈക്കിലൂടെ വലിയ പ്രഭാഷണം നടത്തുമ്പോഴത്തേക്കും അപ്പോൾ സയൻറ്റിഫിക്കലി ലോജിക്കലി റാഷണലി പറഞ്ഞു കൊടുക്കണം. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എതിർക്കുന്നവനും അനുകൂലിക്കുന്നവനും എല്ലാവർക്കും ഇത് കേട്ടതിൻ്റെ വൈബ്രേഷൻ തലയിലുണ്ടാവും. മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ അല്ല, മെസ്സേജിൻ്റെ വൈബ്രേഷൻ തലയിലുണ്ടാവും. അതിങ്ങനെ ഇയാളെ തികട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ എങ്ങനെയാണോ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിനകത്ത് ഇത്രയും ചൈതന്യവത്തായ ഒരു സൈലൻ്റ് വിപ്ലവം ഒരു പ്രഭാഷകനിലൂടെ, അതും ക്രിസ്ത്യാനിയായിട്ടുള്ളൊരു പ്രഭാഷകനിലൂടെ വരുത്താൻ സാധിച്ചത്, ഇത് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ വിവരണമാണ്. ചില കുറവുകൾ ഒരുപക്ഷെ ഞാൻ വിവരിച്ചതിലുണ്ടാവും. എന്തായാലും ഒരു കാര്യം സത്യമാണ്, ഈ വിവരണങ്ങൾ അവിടെ നടന്നതിൻ്റെ ഒരു മിനിയേച്ചർ ഫോമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നിങ്ങളും ചെയ്യുക. ഞാനിപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ എത്ര വ്യക്തികളാണ് റോഡിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ കാണുന്നതെന്നറിയോ? അവരെല്ലാവരും പറയാറുണ്ട്, സാറിൻ്റെ പ്രഭാഷണം കേൾക്കാറുണ്ട്, അഭിമാനത്തോടു കൂടി ഒരു ഹിന്ദുവാണെന്ന് പറയാൻ ഇപ്പം ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലും ഉത്തരമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിലും ഉത്തരമുണ്ടെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് അറിഞ്ഞൂടെന്നേ ഉള്ളൂ. അപ്പോൾ അഭിമാനത്തോടു കൂടി നമ്മളിത് പറയുമ്പോൾ കേൾക്കുന്നവനെ എത്ര പെട്ടെന്ന് അത് ഉൾക്കൊള്ളുന്ന അറിയോ? അത്രയും മഹാസാഗരം മാതിരിയുള്ള നമ്മുടെ പൈതൃകത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നിങ്ങളും തയ്യാറാവണം. കുറച്ച് വിഷയങ്ങൾ പഠിച്ചാൽ മതി, എല്ലാവരും പഠിക്കാൻ പോകണ്ട. ഞാൻ ഇന്നത്തെ ദിവസത്തെ പ്രഭാഷണത്തിൻ്റെ തുടക്കത്തിൽ പറയുകയുണ്ടായി, എല്ലാം പഠിക്കാൻ സാധിക്കില്ല. മഹാസാഗരം മാതിരിയുള്ള ഭാരതീയ പൈതൃക അറിവിൻ്റെ സാഗരത്തിൽ നിന്ന് അര ബക്കറ്റ് വെള്ളവും കൊണ്ടാണ് ഗോപാലകൃഷ്ണൻ വെബ് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്നത്. അര ബക്കറ്റ് വെള്ളം, മഹാസാഗരത്തിൽ നിന്ന് അര ബക്കറ്റ് വെള്ളം. അതാണ് കേൾക്കുന്നവന് പലരും തോന്നുന്നത് ഗോപാലകൃഷ്ണൻ പണ്ഡിതനാണെന്ന്. ഇനി ഞാൻ ഒരാൾ യൂട്യൂബിൽ ഒരു കമൻ്റ് എഴുതിയിരുന്നു. എനിക്ക് വളരെ രസം തോന്നിയിരുന്നു. കമൻ്റ് എന്താണെന്നറിയോ? വളരെ സാധാരണമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ യൂട്യൂബിലൂടെ പറയുന്നത്, പക്ഷെ നിങ്ങൾ വലിയൊരു ജീനിയസും ബുദ്ധിമാനുമാണെന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയത്. പക്ഷേ ജീനിയസും ബുദ്ധിമാനും ആണെന്നുള്ള രീതിയിൽ പറയുന്നതിൻ്റെ ഡെഫിനിഷൻ എന്താ? എൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷനാ, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ എപ്പോഴും ഞാൻ ശ്രമിക്കാറുള്ളത് വളരെ സാധാരണക്കാരനിലേക്ക് അതെത്താൻ പാകത്തിന് വേണം പറയാൻ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് വളരെ സാധാരണ കാര്യമായിട്ട് തോന്നുന്നത്. നല്ല രീതിയിൽ ഹൈ ഡോസിൽ കൊടുക്കാനറിയാം, നല്ല അദ്വൈതത്തിലേക്ക് കൊടുക്കാനറിയാം. അറിയാമെന്നുള്ളത് അഹങ്കാരത്തോടു കൂടി പറയല്ല, അഭിമാനത്തോടു കൂടി പറയാണ്. അങ്ങനെ കൊടുത്താൽ മുമ്പിലുള്ളവർക്ക് മനസ്സിലാവില്ല. പഠിപ്പിക്കുന്നവൻ്റെ സ്റ്റാൻഡേർഡിലല്ല വിഷയങ്ങൾ പഠിപ്പിക്കേണ്ടത്, പഠിക്കാനിരിക്കുന്നവൻ്റെ സ്റ്റാൻഡേർഡിലാണ് വിഷയങ്ങൾ പഠിക്കേണ്ടത്. ഞാൻ അടുത്ത കാലത്തൊരു സ്കൂളിൽ പോവേണ്ടായി. ആ ഭാരതീയ വിദ്യാഭവൻ സ്കൂളിൽ, നല്ല സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ ആ പ്രിൻസിപ്പാൾ പറയുകയാണ്, ഞാനിവിടെ വന്ന് ജോയിൻ ചെയ്ത ഉടനെ തന്നെ ഞാൻ ഈ മറ്റേ ക്ലാസ് ടൈം ടേബിൾ ഷെഡ്യൂൾ ചെയ്യുന്നവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് LKG ഒരു ക്ലാസ്സും 1ാം ക്ലാസ്സിലൊരു ക്ലാസ്സും ബാക്കി ക്ലാസ് 10ാം ക്ലാസ്സും 5ാം ക്ലാസ്സുടെ LKG 1, 5, 10 ക്ലാസ്സിലേക്ക് ക്ലാസ് ഇടാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, MSc MEd ഉള്ള ടീച്ചർക്ക് എങ്ങനെ LKG പഠിപ്പിക്കാൻ പറ്റുക? 1ാം ക്ലാസ്സിൽ എങ്ങനെയാണ് പഠിപ്പിക്കാൻ പറ്റുക?
സാറേ, അതാണ് ലോകമെമ്പാടും നടക്കുന്നത്. ഇവിടെ കേരളത്തിൽ മാത്രമാണ് MSc-കാരൻ 10ും 9ും ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറയുന്നത്. ഈ ടീച്ചർ LKG കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ LKGയുടെ ലെവലിലേക്ക് താഴണം. 1ൽ പഠിപ്പിക്കുമ്പോൾ 1ൽ, 5ൽ പഠിപ്പിക്കുമ്പോൾ 5ൽ, 10ൽ പഠിപ്പിക്കുമ്പോൾ 10ൽ. ഇത് ഗോപാലകൃഷ്ണനും ആപ്ലിക്കബിളാണ്. എൻ്റെ മുമ്പിൽ അമ്പലത്തിലെ പ്രഭാഷകരാണ് ഇരിക്കുന്നതെങ്കിൽ ഭക്തന്മാരാണ്, അവർക്ക് ചേർന്ന വിധത്തിൽ കൊടുക്കണം. ഞാൻ വേറെ വലിയൊരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക, വളരെ വലിയൊരു ഗ്രൂപ്പാണെന്ന് വിചാരിക്കുക, അല്ല, ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ്. അവർക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ ലെവലിലാണ് എടുക്കേണ്ടത്. അമ്പലത്തിലെ ഭക്തന്മാർക്ക് ഒരു ലെവല്, സ്കൂളിലേക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ലെവല്, കോളേജിൽ, മെഡിക്കൽ കോളേജിൽ ക്ലാസ് എടുക്കാറുണ്ട്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ക്ലാസ് എടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ ലെവലിൽ എടുക്കണം. MBAക്ക് മിനിങ്ങാന്ന് ഭഗവത്ഗീത എടുത്തു. ഇൻ്റർനാഷണൽ സെമിനാറിൽ 1 മണിക്കൂർ 20 മിനിറ്റ്. ആ ലെവലും അമ്പലത്തിലെ ആൾക്കാരുടെ ലെവലും ഒന്നാണോ? അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശരിക്കും നമ്മൾ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കാൻ പാകത്തിന് നമ്മൾ വളരുകയാണെങ്കിൽ, ഉയരുകയാണെങ്കിൽ ശരിക്കും അടിമുടി ആൾക്കാർ നമ്മുടെ പൈതൃകം സ്വീകരിക്കും. എതിർക്കുന്നവരെ സ്വീകരിക്കും, എല്ലാ വിഭാഗക്കാരും സ്വീകരിക്കും. അതല്ലേ നമ്മുടെ ലക്ഷ്യവും മാർഗവും. ഏത് മതത്തിലുള്ളവരായാലും ഏത് ഇസത്തിലുള്ളവരായാലും അവർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കാം, അവരെ സ്വീകരിക്കാതിരിക്കില്ല. അപ്പം നിങ്ങൾക്കും അത് സാധിക്കട്ടെ. ഇനി നിങ്ങൾക്ക് അങ്ങനെ സാധിച്ചില്ലെങ്കിൽ ഇതിനെ വാട്സപ്പ് വഴിക്ക് നിങ്ങൾ പ്രചരിപ്പിക്കാം, ഫേസ്ബുക്ക് വഴിക്ക് പ്രചരിപ്പിക്കാം, അതൊക്കെ സാധിക്കും. അങ്ങനെ പലതും നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.